അത് ദൈവത്തിന് സ്വീകാര്യമായ പ്രാർത്ഥന നാവിൽ കൊടുക്കുകയാണ്. എന്താണ്? അങ്ങ് എനിക്ക് പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ഉടമ്പടി തന്നെ ജീവിക്കാം. അങ്ങ് എനിക്ക് ഉടമ്പടി പുതുക്കി തന്നാലും ഇല്ലെങ്കിലും ഞാൻ റാലിക്ക് വരും. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്, ഞാൻ സന്തോഷത്തോടെ ആ റാലി കൂടണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ന്യായമായൊരു കാര്യം, എനിക്ക് സന്തോഷത്തോടെ ഇത് പറഞ്ഞ് എന്നിട്ട് അവസാനം ഒരു വാക്ക് പറയും, എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളെന്ന്. ഇതിൽ ദൈവം വീണ് ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവം. എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. അപ്പോഴെന്ത്, ഈ ഒരു ലാസ്റ്റ് വാക്ക് പറയുമ്പോൾ ഇവള് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ധ്യാനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയും, എൻ്റെ ഈശോ ഇപ്പോൾ ഒരു മോള് പ്രാർത്ഥിക്കുന്നുണ്ട്, അവളുടെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞ് പ്രാർത്ഥിക്കണത്, അവളുടെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുകയെ. അതാണ് വിഷയം. നമ്മൾ ആരാധന നടത്തുമ്പോൾ ഇത് പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ അവൾ കൂടണത്, അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടണത്. പക്ഷേ ആ ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ എന്ന് ഈശോയോട് പറയുമ്പോൾ അത് ഇവിടെ ഈശോ എൻ്റെ മനസ്സ് തന്നിട്ട് ഞാൻ അവൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. എന്താണ്? കർത്താവ് ഇപ്പോൾ ഒരു മോള് പ്രാർത്ഥിക്കുന്നു, അവളുടെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഇത് കേട്ടോടുകൂടി അവളുടെ കണ്ണ് നിറഞ്ഞു പോയി. കർത്താവ് എന്നെ കണ്ടല്ലോ, കർത്താവ് എന്നെ ഓർത്തല്ലോ എന്ന്. അതാണ് വിഷയം. കർത്താവ് ഇങ്ങനെയാണ് മക്കളെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും കേൾക്കുകയും ചെയ്യും. നമ്മൾ ഓർക്കണില്ല കേൾക്കണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വൃത്തികെട്ട ജീവിതം ജീവിച്ചിട്ടാണ് നമ്മൾ പണി അളന്ന് മേടിക്കണത്. സത്യസന്ധമായിരിക്കണം ദൈവത്തിരുസന്നിധിയിൽ. കണ്ട, ഇംഗ്ലണ്ടിൽ വെച്ച് അവൾ രാത്രി പ്രാർത്ഥിച്ചത് പകൽ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഉടമ്പടി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്നും പറഞ്ഞൊരു മോള് പ്രാർത്ഥിക്കുന്നു, അവളുടെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണേ. ആ സെക്കൻഡ് തീരുമാനമാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിക്കുകയോളാം. കമ്പനി വിളിച്ചും പറഞ്ഞും നിൻ്റെ വിസ പുതുക്കാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ ഇവളോട് പറയും, ഇത് നിൻ്റെ ഗ്രേറ്റ്നെസ് അല്ല, ഇത് നിൻ്റെ കൃപാസനം അമ്മയുടെ ഗ്രേറ്റ്നെസ് ആണെന്ന് പറയും. കാര്യം അവൾ കൃപാസനത്തിൻ്റെ അവൾ പറയണത്, ഞാൻ എൻ്റെ ഉടമ്പടി കാശലും കുളിക്കണ സമയത്ത് പോലും കഴുത്തേന്ന് ഉയരത്തില്ലെന്ന് പറയും. അങ്ങനെ അവർ ഉടമ്പടി ജീവിക്കണത്. അവൾ ഇട്ട കാശ് രൂപം, അന്നിട്ട കാശ് രൂപം ഇന്ന് വരെ ശരീരത്തിന് കുളിക്കണ സമയത്ത് പോലും മാറ്റിയിട്ടില്ല. ഓരോ വിഷയങ്ങൾ. അപ്പം ഇത് വിശ്വസ്തതയുടെ ഒരു ജീവിതമാണ് ശരിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോടുള്ള കൂറ്, വിശ്വസ്തത. എൻ്റെ മക്കളെ ഏത് കാലാവസ്ഥയിലും, കാലാവസ്ഥ ഭേദമായ അതിൻ്റെ പേരിൽ ഒരു സ്പിരിച്വൽ ഡിപ്രഷൻ ഉണ്ടാകരുത്. അതുകൊണ്ട് തിമോത്തി ഇല്ലേ, 2 തിമോത്തി എടുത്തേ, 2 തിമോത്തി 4:2 എടുത്തേ. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറഞ്ഞേ, വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം ചില സമയത്ത് സാഹചര്യം അനുകൂലമായിരിക്കത്തില്ല, പക്ഷെ അപ്പോഴും സുവിശേഷ ജാഗ്രത ഉണ്ടാകണം നമുക്ക്. അതാണ് അവൾ പറയണത്, എനിക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ ഉടമ്പടി തന്നെ ജീവിക്കും. അതാണ് സാഹചര്യം മോശമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുവിശേഷ വില മാറ്റത്തില്ല. അതാണ് അനുഗ്രഹാനന്തര കാലഘട്ടത്തിലുള്ള നിലപാടെന്ന് പറയണത്. പല ആൾക്കാരും പണി മേടിക്കുന്നത് ഇവിടെയാണ്. അനുഗ്രഹം വരെ അവർ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യും, അനുഗ്രഹാനന്ത കാലത്തിൽ അവർ തനിനിറം കാണിക്കും. പക്ഷേ ഈ തനിനിറം കാണിക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് ഉടമ്പടി പമ്മി നിൽക്കുന്നത്. ഉടമ്പടി സ്പീഡാകുന്നതിൻ്റെ കാര്യം, നിങ്ങൾ ഈ അനുഗ്രഹാനന്ത കാലത്ത് പഴയ ആളായിട്ട് മാറും എന്നുള്ളതും അവിശ്വസ്ത കാണിക്കുമെന്നും ദൈവത്തിന് നേരത്തെ അറിയാം. അവിടുത്തെ അത് ചെക്ക് വെച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അനുഗ്രഹാനന്തര കാലഘട്ടത്തിലും വിശ്വസ്തയോടെ സാഹചര്യം അനുകൂലമാകുമ്പോഴും അല്ലാത്തപ്പോഴും വിശ്വസ്തയോടെ ഉടമ്പടിയിലെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിച്ചു തരും. മക്കളെ ഏറ്റു പ്രാർത്ഥിക്കണം. ഈ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി വെച്ചോണ്ട് പ്രാർത്ഥിക്കണം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ രോഗമുള്ള ഇടങ്ങളിലേക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിലെ ശക്തി പടരട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവികമായ ശക്തി പടരട്ടെ. മാരകരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ, ആന്തരിക അവയവങ്ങള്, ത്വക്ക് രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, സർവമാരക രോഗങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സദയം തുടരണേ സുഖമായി എന്റെ സദയം തുടരണേ സുഖമായി. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കള് കൈകള് രോഗമുള്ളിടത്തെല്ലാം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ശിരസ് മുതൽ കർത്താവ് ഉച്ച മുതൽ കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. ബ്ലോക്കുള്ളവരെ, കരരോഗികൾ, ഉദരരോഗികൾ, കുടലിന് അൾസറുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മുതുകിന് വേദനയുള്ളവർ, നീതികെട്ടി ഇരിക്കുന്നവർ, കർത്താവ് ഡിസ്കുകൾ അകന്നിരിക്കുന്നവർ, പലതരത്തിലുള്ള വേദന ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കുന്ന കർത്താവ്. ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നനയപ്പെടട്ടെ, കുതിരപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ത്വക്ക് രോഗങ്ങൾ, ഞരമ്പിനുണ്ടാകുന്ന രോഗങ്ങൾ, വെയിൻസിനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, സിസ്റ്റുരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. 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 ഞങ്ങൾ നിറയണമേ സൗഖ്യം നൽകണമേ.
എൻ്റെ മക്കളെ, ജോലി ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലിയില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവരെ, സ്ഥലമുണ്ട് വഴിയില്ലാത്തവരെ, അവിടെ വെള്ളം കിട്ടാത്തവരെ, ജോലി തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങളുള്ളവർ, ജോലിക്ക് വേണ്ടി ന്യായമായിട്ട് കിട്ടാനുള്ള ജോലി കിട്ടാത്തത് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നവരെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ശത്രുക്കളുടെ പീഡനങ്ങൾ കാരണം ജീവിതത്തിൽ ഒരു മേൽഗതി ഇല്ലാതെ ഇരിക്കുന്നവരെ, പല ബ്ലോക്കുകളും ചവിട്ടിപ്പിടുത്തങ്ങളും കാരണം മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നവരെ, അവരുടെ എല്ലാ പ്രതിയോഗികളും കർത്താവിന് നാം നിർവീര്യമാകുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ജോലിയില്ലാത്തവർ, ഭവനരഹിതർ, കർത്താവെ, കുടുംബത്തിലെ കർത്താവ് ഭർത്താവും ഭാര്യ അകന്ന് താമസിക്കുന്നവർ, ഈശോയെ, അവരടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേസുള്ളവർ കർത്താവെ, കേസ് അനുകൂലമായ വിധി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ രേഖകളെ കർത്താവ്, വിസ പുതുക്കാത്തവർ, പുതുക്കപ്പെടാത്തതുകൊണ്ട് വേദന അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ ജീവിതം തന്നെ അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ കർത്താവ്, നാട്ടിൽ വന്നിട്ട് കയറിപ്പോകാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ ജോലികൾ തടസ്സം വെച്ചിരിക്കുന്നവർ, റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർ, അതുപോലെ തന്നെ വിസ ഇൻ്റർവ്യൂ നടത്തുന്നവർ, അതുപോലെ നാട്ടിലെ ജോലിക്കും സർക്കാരിലെ തടസ്സങ്ങളുള്ളവർ കർത്താവ്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാള ദൈവശക്തിയാൽ മാരക തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ജീവിതത്തിലെ തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരണേ സുഖമായി മൗനമായി പ്രാർത്ഥിക്കാം മക്കളെ. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ്. മനസ്സിനും ശരീരത്തിനും സാമ്പത്തികമായിട്ടും അല്ലാതെയും അനുഭവിച്ച ഞെരുക്കങ്ങളുടെ മേലെ അവർക്കെല്ലാം കർത്താവിൻ്റെ തിരുമുറുപാർന്ന് വലത് കരത്താൻ അവരെ ആശീർവദിക്കട്ടെ. അതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോ മനുഷ്യരെയും, അവിടെ ഓരോ കുടുംബങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മധ്യസ്ഥത്തിലെ യേശു നാമത്തിൽ ആശീർവദിക്കുന്നു. യേശുവേ സ്വസ്ഥമായി സമാപന ആശീർവാദം. മുട്ടേ നിൽക്കുക, ആശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആമേൻ, ആമേൻ, ആമേൻ മരിയ, ആമേൻ, ആമേൻ. എൻ്റെ പേര് അഞ്ജു സിബി. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ വരുന്നത് എറണാകുളം എടപ്പള്ളിയിൽ നിന്ന്. ഞാൻ ഉടമ്പടി എടുത്തത് 14/5/2022 ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ അമ്മ 2019 ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ഞങ്ങളോട് എപ്പോഴും പറയും, നിങ്ങൾ കൃപാസനത്തിലേക്ക് പോകണം, അമ്മയെ കാണണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ വെക്കേഷനിൽ വീട്ടിൽ ചെന്നപ്പോൾ, എൻ്റെ വീട് തൃശ്ശൂരാണ്, ഞങ്ങൾ തൃശ്ശൂർ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി പുതുക്കാൻ പോകുന്ന ദിവസമായിരുന്നു അന്ന്. അപ്പോൾ എൻ്റെ ചേച്ചി ബാംഗ്ലൂരാണ്. ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും മക്കളും കൂടി അവിടെ നിന്ന് വണ്ടി വിളിച്ച് കൃപാസനത്തിലെത്തി. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കയറിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകന് നല്ല പനിയായിരുന്നു. ഇവന് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സ് വരുന്നത് കൊണ്ട് ഉടമ്പടി എടുക്കണോ വേണ്ടേ എന്ന് രണ്ട് മനസ്സിലാണ് ഞാൻ നിന്നിരുന്നത്. പക്ഷേ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാനായി മുകളിലേക്ക് ചെന്നു. മകനെ പനി കാരണം വളരെയധികം കരച്ചിലും ബഹളവുമായതിനാൽ അവർ എനിക്ക് വേഗം കൗൺസിലിംഗ് ചെറുതായി ചെയ്ത് എന്നെ താഴത്തെ 6ാമത്തെ കൗണ്ടറിലേക്ക് വേഗം പോക്കുമെന്ന് പറഞ്ഞു. ഞാൻ 6ാമത്തെ കൗണ്ടറിൽ ഇവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി പത്രികയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒരു ഫോം മാത്രമാണ് എൻ്റെ ഓർമ്മ. അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ അമ്മയോട് ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ആ ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് ആ ഫോം മേടിച്ച് ഉടമ്പടി പത്രിക മേടിച്ച് അവിടെ വയ്ക്കുകയും ആ നിമിഷം അപ്പുറത്തേക്ക് വേറെ ചേച്ചി വിളിച്ചിട്ട് പോകുകയും ഇടയായി. എൻ്റെ മകന് പനി കാരണം എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ മകനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആ സമയത്ത് ആ സ്ഥലത്ത് വേറൊരു ചേട്ടൻ വരികയും എൻ്റെ ഈ ഉടമ്പടി പത്രിക ചുരുട്ടി ബാസ്ക്കറ്റിലിടുകയും ചെയ്തു. എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കണേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇതാണ് ഫോം തരാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പെട്ടെന്ന് ഓർമ്മ വന്നു. ആ ചേട്ടൻ ആകെ വിഷമായി. ആ ബാസ്ക്കറ്റിൽ നിന്ന് വേഗം എൻ്റെ ഉടമ്പടി പത്രിക ചുരുട്ടിയ പത്രം എനിക്ക് തരുകയും ആ പത്രം ഞാൻ നോക്കിയപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു കീറലോ ഒരു ചുളിവോ പോലും ഇല്ലാതെ എൻ്റെ കൈകളിൽ അത് കിട്ടുകയും ചെയ്തു. അന്ന് ആ പത്രം കീറിയിരുന്നെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കാതെ മടങ്ങി പോകുമായിരുന്നു. അവിടെ ഉടമ്പടി എടുത്ത് തിരിച്ചു ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മകന് പനിയോട് പനി, തീ പൊള്ളുന്നത് പോലെ പനി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അന്നത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. 3 ദിവസം അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും 3-ാം ദിവസം ഡിസ്ചാർജായി ഞങ്ങൾ തിരിച്ച് എടപ്പള്ളിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ എൻ്റെ ഉടമ്പടി പത്രം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് മറന്നുപോയി. അതെടുക്കാൻ ഞാൻ മറന്നു. അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പത്രം എൻ്റെ അമ്മയാണ് കൊടുത്തത്. അതിനു മുൻപേ എനിക്ക് ദുരിതങ്ങൾ വന്നു തരാൻ തുടങ്ങി. ദുരിതങ്ങളുടെ മേൽ ദുരിതങ്ങളായി. എൻ്റെ മോന് വയ്യാതാവുകയും ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ മകൾക്ക് വലിയൊരു രോഗം വരികയും ചെയ്തു. സ്കിൻ അലർജി മൂലം വളരെയധികം വിഷമിക്കാനിടയായി. ഭയങ്കര ചൊറിച്ചിലും മേത്ത് നിറച്ച് തരിതര പൊന്തുകയും ചെയ്തു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ 3-4 ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവൾക്കൊരു ലൈക്കൻ പ്ലാന്റിസം എന്ന രോഗമാണ് അവർ പറഞ്ഞത്. അവിടെ ചെന്ന് മരുന്ന് തരികയും ആ മരുന്ന് കഴിക്കുമ്പോൾ അവൾക്ക് തലവേദന വരികയും ആ മെഡിസിൻ കഴിക്കാതെ സ്കൂളിൽ പോകാൻ പറ്റണില്ല. ഭയങ്കര ചൊറിച്ചിൽ. സ്കൂളിൽ പോകുമ്പോൾ സോക്സ് ഇടുന്നത് കൊണ്ട് സോക്സ് ഇടുമ്പോൾ ഈ കാല് ചൊറിഞ്ഞു പൊട്ടുകയും വീട്ടിൽ വരുമ്പോൾ ആ ചൊറിച്ചിൽ മൂലം വളരെയധികം വിഷമിക്കുകയും കുളിക്കാനൊക്കെ ഞാൻ എടുത്തിട്ടാണ് അവിടെ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ എനിക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഈ നേർച്ച വസ്തുക്കൾ ഞാൻ അന്നൊന്നും ഉപയോഗിച്ചിരുന്നില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും ഇവൾക്ക് ചൊറിച്ചിൽ പിന്നെയും തുടങ്ങാൻ തുടങ്ങി. പിന്നെ ഞാനൊരു പേരിനെന്ന പോലെയാണ് ഉപ്പും തൈലൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നത്. എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ
മുകളിലേക്ക് ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ നല്ല തിരക്കായിരുന്നു ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നല്ല തിരക്ക് മൂലം താഴത്താണ് ഇരുന്നത്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ഉടമ്പടി പത്രം ഇരുന്ന് വായിക്കാൻ തുടങ്ങി. വായിച്ചു തുടങ്ങിയപ്പോൾ എന്നോട് ആരോ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, അങ്ങോട്ട് നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ ഒരു മകൻ അവിടെ നിന്ന് വരുന്നത് കണ്ടു. അപ്പോൾ മാതാവിൻ്റെ ഉള്ളിലിരുന്നിട്ട് പറയാണ്, ആ മകനോട് നിൻ്റെ വിഷമം പറയുന്നുണ്ട്. ആ മകനെ ഞാൻ പിടിച്ചു നിർത്തി എൻ്റെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, അച്ഛനെ കാണണം ചേച്ചി, അച്ഛൻ സൈത്ത് പൂശിയ മാതാവ് ഇടപെടും, അച്ഛനിലൂടെ അമ്മ മാതാവ് ചേച്ചിയുടെ മോളുടെ അസുഖം മാറ്റി തരും എന്ന് പറഞ്ഞു. ഞാൻ ആ മകൻ്റെ അടുത്ത് നിന്ന് കരച്ചിലായിരുന്നു. അങ്ങനെ ആ മകൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി തൈലം എൻ്റെ മകളുടെ കാലിന്മേൽ പൂശുകയും ചെയ്തു. അങ്ങനെ ആ വിശ്വാസത്തിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛനെ കാണുമ്പോൾ അച്ഛൻ എൻ്റെ മോളെ എടുത്ത് അമ്മയുടെ അടുത്ത് കൊണ്ട് ചെന്ന് സൈത്ത് പൂശുകയും ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ മകളുടെ കാലുമത്തെ ചൊറിച്ചിലും വിണ്ട് കീറുന്നൊരവസ്ഥയായിരുന്നു അവളുടെ കാലുമ്മ. അത് പരിപൂർണമായി ആ പൊറ്റ പൊളിഞ്ഞു പോന്ന് പുതിയൊരു തൊലി വരികയും ചെയ്തു. എൻ്റെ മകൾക്ക് രോഗസൗഖ്യം നൽകിയ അമ്മ മാതാവിന് നന്ദി പറയുന്നു. രണ്ടാമതായി എൻ്റെ കാലിൻ്റെ ഉപ്പിറ്റി വേദനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഇടത്തെ കാലിൻ്റെ ഉപ്പിറ്റി വളരെയധികം വേദനയാൽ വിഷമിക്കുകയായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് അരമണിക്കൂർ കഴിയണം എനിക്ക് എഴുന്നേറ്റ് വരാനായിട്ട്. അത്രയും ശക്തമായ വേദനയിൽ ഞാൻ വിഷമിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പള്ളിയിൽ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം ഞാൻ പോയിരുന്നുള്ളൂ. അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് നീ വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, നീ ഞാൻ ഈശോയെ സ്വീകരിക്കണം എന്നുള്ളൊരു വിളി എനിക്ക് വരാൻ തുടങ്ങി. അന്ന് 2024 പുതുവർഷത്തിൽ 1-ാം തീയതി തന്നെ ഞാൻ പള്ളിയിൽ പോകുകയും പള്ളിയിൽ പോയി ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് ഞാൻ കൂടുന്നുണ്ടെങ്കിലും ഞാൻ ഏതോ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈശോയെ സ്നേഹിക്കണോ പ്രാർത്ഥിക്കണോ ഒന്നും എനിക്ക് അറിയുന്നില്ല ആ സമയത്ത്. പക്ഷെ ഞാൻ ഈശോയെ സ്വീകരിച്ച് 2-3 ദിവസം സ്വീകരിക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു വൈബ്രേഷൻ അനുഭവപ്പെടാൻ തുടങ്ങി. ഈശോ ഒരു തേങ്ങണ പോലെ എൻ്റെ ഉള്ളിൽ നിറയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാനിതെന്താ എനിക്കിങ്ങനെ സംഭവിക്കണേ? ഒരാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാരോട് പറയും, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ ഞാൻ കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ കുമ്പസാരക്കുട്ടിയിൽ അച്ഛൻ പറഞ്ഞു, അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ സംഭവിക്കും, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല എന്ന് എന്നോട് അച്ഛൻ പറഞ്ഞു, കുമ്പസാരത്തിലുള്ള അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് അച്ഛൻ ഇങ്ങനെ പറയണത്? അപ്പോൾ എൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു, നീ എന്തിന് മറ്റുള്ളവരോട് ചോദിക്കണം, നീ എൻ്റെ വചനമെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മനസ്താപകരണം ചൊല്ലി ഞാൻ വചനമെടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ എന്നോട് സംസാരിക്കുന്ന വചനം എനിക്ക് കിട്ടി. സങ്കീർത്തനങ്ങൾ 50 കൃതജ്ഞതയായിരിക്കട്ടെ നിൻ്റെ യഥാർത്ഥ ബലി. ഈശോ എന്നോട് സംസാരിക്കുന്നു, ഈശോ വരുന്നു എന്നുള്ള വചനങ്ങൾ ആ തിരുവചനത്തിലൂടെ എനിക്ക് വായിക്കാൻ സാധിച്ചു. പിന്നെ എനിക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. ഈശോ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശോ എന്നോട് സംസാരിക്കുന്ന എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങി. അന്നു മുതൽ ഇന്നുവരെ ഒരു വിശുദ്ധ ബലിയിലും ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടില്ല. ഈശോയെ സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ വിശുദ്ധ കുർബാന പങ്കെടുക്കാനുള്ള വലിയൊരു അനുഗ്രഹം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിലെ ഈശോ എനിക്ക് തന്നു. മൂന്നാമതായിട്ട് എൻ്റെ മകൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ മകന് ഇപ്പോൾ 6 വയസ്സായി. 2023 അവന് പല്ല് ചെറുപ്പത്തിൽ വരുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിൽ അവന് പല്ലില്ലായിരുന്നു, താഴത്ത് മാത്രം അവന് പല്ലുള്ളൂ. അവന് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് നേരം വേണം. അവന് ഫ്രണ്ടിലെ പല്ല് ഒന്ന് ചവയ്ക്കാൻ പോലും പറ്റാണ്ട് വളരെ വിഷമത്തിലായിരുന്നു. അന്നൊന്നും ഞങ്ങളത് മൈൻഡ് ചെയ്തിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഫ്രണ്ടിൽ പല്ല് ആവശ്യമാണല്ലോ. എൻ്റെ മോൻ ചിരിക്കുമ്പോൾ എൻ്റെ മകന് ഫ്രണ്ടിൽ പല്ലില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛനെ 9ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ, ഇപ്പം എൻ്റെ 9ാമത്തെ ഉടമ്പടിയിലാണ് ഞാൻ നിൽക്കുന്നത്. 9ാമത്തെ ഉടമ്പടി നിൽക്കാൻ വന്നപ്പോൾ അച്ഛനെ കാണുകയും അച്ഛൻ എൻ്റെ മകൻ്റെ കവിളിലും അവനെ പല്ല് വരാത്ത ഭാഗങ്ങളിലും സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ വന്ന് എന്നോട് പറഞ്ഞു, അമ്മേ എൻ്റെ പല്ല് പറഞ്ഞു എൻ്റെ കയ്യിലെടുത്ത് കാണിച്ചു തന്നു. കുറ്റിയായിരുന്ന പല്ല് അവൻ്റെ 2 പല്ലും എൻ്റെ കൈകളിലേക്ക് അവ എടുത്തു കൊണ്ടുവന്നു. അങ്ങനെ ആ പല്ല് കുറ്റിയായിരുന്ന പല്ലുകാർ പറഞ്ഞു പോകത്തുകൊണ്ട് അവന് പുതിയ പല്ല് വരുന്നില്ലായിരുന്നു. 2ാമത്തെ ദിവസം ആ പല്ലും കൊണ്ടുവരികയും 3ാമത്തെ ദിവസം അവന്
ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനെ പുതിയ വലിയ ഫ്രണ്ടിൽ വരികയും ചെയ്തു. അതിന് അമ്മയോട് തീരാത്ത നന്ദി പറയുന്നു. നാലാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് സ്ഥിരമായിട്ടൊരു ജോലി എന്ന് പറയാനായിട്ട് ജോലി ഇലക്ട്രീഷ്യനാണ് ആൾക്ക്. അപ്പോൾ ഫ്രീലാൻസൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. വളരെയധികം വിഷമത്തിലായിരുന്നു. ഹസ്ബൻഡിൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ എപ്പോഴും പറയും, നിൻ്റെ ജോലി എന്തിങ്ങനത്തെ, നല്ലൊരു ജോലി ഇല്ല നിനക്ക്, അങ്ങനെ ഒരു അധിക്ഷേപം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു അമ്മയുടെ അടുത്ത്, അമ്മേൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ഗവൺമെൻറ് ജോലി കൊടുക്കണമെന്ന്. അത് എനിക്ക് പറയാനായിട്ട് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ വെക്കുകയാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. 2 കഴിഞ്ഞു 3 കഴിഞ്ഞു. 9ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് ഒരു അവസരം കിട്ടി. അങ്ങനെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഞങ്ങളുടെ തിരുനടയിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ഗവൺമെൻറ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കാർഡ് വരികയും 30-ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഇത് അപ്പോയിൻമെൻ്റ് ഓർഡറാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ. തിങ്കളാഴ്ച മുതൽ എൻ്റെ ജീവിത പങ്കാളി അവിടെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അതിന് അമ്മ മാതാവിന് തിരുക്കുമാരന് നന്ദി പറയുന്നു. നല്ല 5ാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എനിക്കൊരു ജോലിയായിരുന്നു. എനിക്ക് എന്നെ ജോലിക്ക് വിടാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ല. കാരണം മക്കൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വീട്ടിലാരും ഉണ്ടാവില്ലല്ലോ. ഹസ്ബൻഡിന് അമ്മ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണ പോലെ ആയിരിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു ജീവിത പങ്കാളിക്ക്. അപ്പം ഞാൻ പോയാൽ മതി, നീ ഒന്നിനും പോകണ്ട, വീട്ടിലിരുന്നാൽ മതി എന്നുള്ളൊരു ഭാവമായിരുന്നു ചേട്ടന്. എനിക്ക് അന്ന് മുതൽ ഞാൻ വിഷമിക്കുകയായിരുന്നു. ദൈവമേ, എനിക്ക് എന്തെങ്കിലും ജോലി വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വർക്ക് മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഒരു മെസ്സ് പോലെ തുടങ്ങി. ഹോസ്റ്റലിലത്തെ മക്കൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ തുടങ്ങുകയാണ്. 4 പേർക്ക് അമ്മോട് ഞാൻ ചോദിച്ചത്, അമ്മ ഒരു 5 പേരുണ്ടെങ്കിൽ എനിക്ക് തരണം, എനിക്ക് ഫുഡ് കൊടുക്കാനായിട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് 20 പേർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അമ്മേനെ എനിക്ക് ലഭിച്ചു. ആ ഭക്ഷണം കൊണ്ട് എനിക്ക് ഇപ്പം ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഭക്ഷണം ആക്കുമ്പോൾ ആ ഭാഗത്തേക്ക് വരികയില്ല. കാരണം ഒന്നും പറയാനായിട്ട് എൻ്റെ അമ്മയുടെ വായി ഈശോയെ അടച്ചു. കാരണം ഞാൻ അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് അമ്മയോടും ഈശോയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ആദ്യമൊക്കെ പത്രം കൊടുക്കാനായിട്ട് എനിക്ക് മടിയായിരുന്നു. കാരണം ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ പത്രം എൻ്റെ അമ്മയാണ് കൊടുത്തത്. പിന്നെ ഞാൻ അപ്പം അമ്മ പറയും, പത്രം കൊടുത്തോളോ, പത്രം കൊടുക്കാതിരിക്കുമോ എന്ന് പറയും. അങ്ങനെ പിന്നെ എനിക്ക് പത്രം കൊടുക്കാൻ ഒരു ചെറിയ മടിയൊക്കെ ആയിരുന്നു. അപ്പോൾ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് പത്രം കൊടുക്കാൻ ഒരു ചമ്മൽ വരുന്നുണ്ട്, ആ ചമ്മലിൽ നിന്ന് എന്നെ മാറ്റണമേ. അപ്പോൾ ഞാൻ പത്രം എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഇത് ഞാൻ പത്രപ്രവർത്തനം ചെയ്യാൻ പോവുകയാണ്. ഇത് വായിക്കുന്നവർ അമ്മയുടെ അവരുടെ സങ്കടകാലത്ത് അമ്മയെ അറിയുവാനും ഈശോയെ അറിയുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. അതിലൂടെ എന്നെ ഈശോയുടെ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പത്രം വായിക്കുന്നവരെ അവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അമ്മയെ അറിയുവാനും അമ്മയെ സ്നേഹിക്കുവാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മേ, അപ്പോൾ ഓരോ പള്ളികളിൽ പത്രങ്ങൾ ഓരോ മക്കളും ഓരോ കെട്ടുകിടക്കാനാണ് പത്രങ്ങൾ കൊണ്ടുവച്ച് പോകുന്നത്. അപ്പോൾ ഞാൻ ആ പത്രങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊക്കെ പത്രങ്ങൾ വെച്ചാലും ഞാനത് എടുക്കുന്ന അമ്മയോട് അവിടെ ഇരുന്നിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ഓരോരോ വ്യക്തികളായിട്ട് അവിടെ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഞാൻ ഓരോ മക്കളുടെ കൈകളിലേക്ക് കൊടുക്കുകയും കൂടുതലായിട്ട് ഞാൻ ഹോസ്റ്റലുകളിലാണ് കയറി കൊടുക്കുന്നത്. കാരണം ഇവിടുത്തെ യുവതലമുറ ഇപ്പോൾ ഈശോയെ അമ്മയെ തിരിച്ചറിയണം. അവരാണ് അറിയേണ്ടത്. അവരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം തന്നെ മാറി മറയും. കാരണം ഇപ്പോൾ ഒരുപാട് ഹോസ്റ്റലുകളിൽ ഓരോ മക്കളും ഈശോയെ അറിഞ്ഞ് ജീവിക്കാനായിട്ട് ഇടവരുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഓരോ ഹോസ്റ്റലുകളിൽ ഞാൻ ചെന്ന് ഓരോ മക്കൾക്ക് കുറേയൊക്കെ പിള്ളേർ വേണ്ട ചേച്ചി ഇതെന്തിനാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അതിനൊന്നും മുതിരാതെ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ അവരോട് പറഞ്ഞ് ഈശോയെ അമ്മയെ നീ അറിയണമെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കുകയും അവരത് സന്തോഷപൂർവ്വം ചിലരൊക്കെ നിരസ്കരിക്കും, എന്നാലും അവരത് വായിച്ച് അവർ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. വിശുദ്ധ കുർബാന ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് 2024 മുതൽ ഞാൻ ഈശോയെ അറിയാനും സ്നേഹിക്കാനും തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. വിശുദ്ധ കുർബാന മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ
രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ വളരെയധികം വിഷമമാണ്. അന്നത്തെ ദിവസം തന്നെ വളരെയധികം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതേപോലത്തെ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങൾ ഞാൻ എഴുതി പ്രാർത്ഥിക്കുകയും ആ വചനത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അച്ഛൻ ഇവിടെ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ആ പ്രാർത്ഥനകളൊക്കെ ഡയറിയിൽ എഴുതി വെച്ച് ആ പ്രാർത്ഥനയും ആ 5:30 പ്രാർത്ഥനയോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അച്ഛൻ്റെ മരിയൻ ഉടമ്പടി ധ്യാനം നമ്മൾ കൂടിയില്ലെങ്കിൽ ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. കാരണം അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനത്തിലുമുണ്ട് ഉടമ്പടിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു ചെറിയ ടി വി ആയിരുന്നു, ഒരു 18 ഇഞ്ചിൻ്റെ ടി വി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു 12 വർഷമായി, 9 വർഷമായിട്ട് ഒരു 18 ഇഞ്ചിൻ്റെ ടി വി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് കൂടാനായിട്ടുള്ളൊരു ആഗ്രഹം സാധിക്കാത്തത് കൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട്, അമ്മേ എനിക്ക് നല്ല വലുതായിട്ട് എൻ്റെ അമ്മേനെ കണ്ട് എനിക്ക് ധ്യാനം കൂടണമെന്ന്. അപ്പോൾ എനിക്കത് സാധിക്കുമോ? അപ്പോൾ ഞങ്ങളുടെ ടി വി ആണെങ്കിൽ 18 ഇഞ്ചിൻ്റെ ടി വി ആയതുകൊണ്ട് അതധികം ക്ലിയർ അല്ല, കുറച്ച് കൊല്ലമായല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബട്ടണൊക്കെ ഒന്ന് പിടിച്ച് അമർത്തണം, അതൊന്ന് ഓൺ ചെയ്യാനായിട്ട്. എനിക്ക് ആഴ്ചയിൽ തിങ്കളും ചൊവ്വയും മാത്രം മതി, വേറൊരു ദിവസങ്ങളും വേണ്ട എന്നുള്ള സന്തോഷമാണ് എനിക്കിപ്പോൾ. കാരണം തിങ്കളാഴ്ചയിൽ അച്ഛൻ്റെ 7:30 സാന്ത്വന അഭിഷേകാഗ്നി, ചൊവ്വാഴ്ചകളിലെ 11:30 മരിയൻ ഉടമ്പടി ധ്യാനം, അത് കണ്ട് മാത്രം മതി. ആഴ്ചയിൽ വേറൊരു ദിവസം ഉണ്ടാവരുതെന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കാരണം അത് കാണാനും കേൾക്കാനുമുള്ള ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ടി വി ഈ ഓൺ ചെയ്യുന്ന സമയം കൊണ്ട് ധ്യാനം പകുതിയാവും. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ ഇത് കുത്തി എൻ്റെ കൈ വേദന എടുത്ത് തുടങ്ങി, അമ്മ ഇതിലൊരു തീരുമാനം എനിക്ക് കാണിച്ചു തരണേട്ടോ അമ്മേ, എനിക്ക് വയ്യ ഇത് കുത്താനായിട്ട്. കുത്തുമ്പോൾ ഈ ധ്യാനം മുഴുവൻ പകുതിയാവും എന്ന് പറയും. മൊബൈൽ കാണാൻ എനിക്ക് ഇഷ്ടമില്ല, കാരണം മൊബൈൽ കണ്ടു കഴിയുമ്പോൾ പിള്ളേരുണ്ടാവില്ല, സ്കൂളിൽ പോകും, ഉണ്ടെങ്കിൽ തന്നെ തട്ടിപ്പറിക്കാൻ വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ ന്യൂസുകൾ, ഓരോ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരുന്നത് കൊണ്ട് എനിക്കത് കാണാൻ ഇഷ്ടമില്ല ഇപ്പോൾ മൊബൈലിൽ. അങ്ങനെ അന്ന് വൈകുന്നേരം ടി വി മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ അന്ന് വൈകുന്നേരം 42 ഇഞ്ചിൻ്റെ ടി വിയും കൊണ്ടാണ് ഹസ്ബൻഡ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മാതാവിന് ഈശോയും ഇവിടെ ഈ ധ്യാനം കൂടുന്ന സ്ഥലത്തിരുന്ന് ഈ കൃപാസനത്തിലിരുന്നു കൊണ്ട് തന്നെ കാണുന്നത് പോലെയാണ് എനിക്ക് ആ ടി വിയിൽ കാണാൻ സാധിക്കുന്നത്. അമ്മയെ കെട്ടിപ്പിടിച്ച് ടി വിയോട് ചേർന്ന് ഞാൻ ആരാധന കൂടുന്നത്. തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ആ ഈശോയും അമ്മയെയും കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ടി വിയുടെ അടുത്ത് നിന്ന് അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥന വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറി നിന്നിട്ടാണ് ഞാൻ ആ ധ്യാനം കൂടുന്നത്. ദിവ്യകാരുണ്യം കാണിക്കുമ്പോൾ അങ്ങോട്ട് മാറുകയും അച്ഛൻ കൈ സ്പർശിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ധ്യാനം കൂടുന്നത്. അങ്ങനെ ഒരു വലിയൊരു സന്തോഷം എനിക്ക് എൻ്റെ അമ്മ തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. നമ്മൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ എൻ്റെ ഭവനത്തിലെ പുതിയ ഉപകരണങ്ങൾ വരെ പുതിയതാവാൻ തുടങ്ങി. ഫ്രിഡ്ജായാലും ടി വി ആയാലും വാഷിംഗ് മെഷീനായാലും അങ്ങനെ പുതിയ സാധനങ്ങൾ അമ്മ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അത്ര നന്ദി പറഞ്ഞാൽ അമ്മയോട് തീരില്ല. അമ്മയെ മുറുക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളോട് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. നിത്യത വരെ അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുവാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മയെ എത്ര സ്നേഹിച്ചാലും മതി വരില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.